ഞങ്ങള് പക്ഷേ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ മോളെ, ഇപ്പൊ സന്ധ്യ ആവാറായില്ലേ? ഈ സമയത്തിന് അങ്ങോട്ട് അതിന് കാര്യമൊന്നുമില്ല. പാല് കാച്ചൽ ചടങ്ങൊക്കെ നടത്തിയതല്ലേ. അല്ല, അത് മാത്രമല്ല, എത്ര ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ അടച്ചിടുക. പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോ എന്തായാലും ഈ സമയമാവും. അപ്പൊ എപ്പോഴായാലും വൈകിയേ ചെല്ലാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച ആവണം. അന്നാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളാ. ചളി അങ്ങനെ ഇറങ്ങാം. പിന്നെ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ. അല്ല മോളെ, നിങ്ങള് ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ ഈ സമയാവൂലേ? അപ്പൊ അതുവരെ മക്കളെ ആര് നോക്കും? അതിനൊക്കെ ഞങ്ങൾ അവിടെ ഒരാളെ കണ്ടിട്ടുണ്ടമ്മേ. ആ ജയശ്രീ നല്ല സ്നേഹമുള്ള കുട്ടിയാ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളും. എന്നാലും കുട്ടികളെയും വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങണോന്ന് പറയുമ്പോ എപ്പോഴായാലും ഇറങ്ങണ്ടേ? പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങോട്ടാണേലും ഇങ്ങോട്ടാണേലും എപ്പോഴും പോയി വരികയൊക്കെ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ അവിടെ നിന്ന് നടന്നു പോലെ ദൂരേ ഉള്ളൂ. ഹലോ, എന്തെങ്ങനെ നോക്കിക്കണേ? കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തേക്ക്. പിന്നെ രണ്ടുപേരും കൂടി അവിടെ ചെന്നിട്ട് അത് എടുത്തില്ല ഇത് എടുത്തില്ല എന്ന് പറയാൻ നിൽക്കല്ലേ. വാ വാ വാ, അല്ലെങ്കിൽ അച്ചെടുത്തരാം. വാ ചാലി ഒന്ന്. മോളെ, ഇന്നിനിപ്പം രാവിലെ പോയപ്പോരെ? അല്ല അത് ആ ചെല്ല് ചെല്ല് ചെല്ല്. ഗോവരട്ടാ. എടി, അവരൊറ്റയ്ക്ക് ജീവിക്കട്ടെ, എങ്കിലേ അത് ജീവിതാകൂ. നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എങ്കിലേ ജീവിതം എന്താണെന്ന് അവർ പഠിക്കൂ. തുടങ്ങി. എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇത് സ്ഥിരം പരിപാടിയാ. എന്തെങ്കിലും ചായയോ മറ്റോ ചോദിക്കാനാണെങ്കിൽ അത് പറയില്ല. അതിന് ഞാൻ അടുത്തോട്ട് ചെല്ലണം. ഞാൻ വരുന്നോ? പെട്ടെന്ന് വാ. ഇയാൾ വന്നേക്കുന്നത് കുറച്ചധികം സാധനം മേടിച്ചിട്ടുണ്ടോ? അതെന്തിനാ അധികം സാധനങ്ങൾ മേടിച്ചത്? ഞാൻ പറഞ്ഞ സാധനങ്ങൾ മാത്രം മേടിച്ചാ പോരായിരുന്നോ? അപ്പൊ പിന്നെ വീണ്ടും ഒന്നുകൂടെ കടയിൽ പോകേണ്ടി വരില്ലേ? നാളെ വിഷ്ണുകുച്ചിന്റെ പിറന്നാളല്ലേ. പായസത്തിനുള്ള സേമിയ കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിറന്നാളുകാരൻ വീട്ടിലില്ലാതെ എന്താ ആഘോഷം? പിള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ അല്ലല്ലോ സത്യമേ നമ്മളിവിടെ ചെയ്യുന്നത്. എന്ത് ആഘോഷമായിട്ടാ നമ്മളിവിടെ ഓരോ പിറന്നാളും ആഘോഷിച്ചത്? അത് ഇത്തവണയെ ആഘോഷിക്കണം. എന്റെ സന്തോഷം ആഘോഷം എല്ലാം അവന് ഇവിടുന്ന് ഇറങ്ങിയപ്പോ അവസാനിച്ചു. ഇനി അതൊന്നും തിരിച്ചു കൊണ്ടുവരാനാവില്ല. ശ്രമിച്ചാലും നടക്കില്ല. സദ്യ ഒരുക്കേണ്ടതും സന്തോഷം പങ്കിടേണ്ടതും പിറന്നാളുകാരന്റെ ഒപ്പമാ. അതാ അതിന്റെ ശരി. അങ്ങനെയാണെങ്കിൽ ഇയാൾ വന്നേക്കുന്നത് മറ്റൊരു ദൂതും കൊണ്ടാ. വിഷ്ണുവിന്റെ വാടക വീട്ടിലെ നാളെ പിറന്നാൾ സദ്യ ഒരുക്കുവാന്ന്. നമ്മൾ കണ്ട് ചെല്ലണമെന്നേ അവൻ പിള്ളേ ചട്ടം കെട്ടി പറഞ്ഞു വിട്ടേക്കുവാ. പിറന്നാളുകാരൻ്റെ ഒപ്പം ഇരുന്നേ നമുക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കാം. നേരിട്ട് അവന് വന്നേ വിളിക്കാനും മടിയുണ്ട്. അല്ല, ഇനിയിപ്പം ആമ എങ്ങനെ പെരുമാറുമെന്ന് അവൻ അറിയത്തില്ലല്ലോ. ഞാനേ അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവന്റെ ഭാര്യ ഒരുക്കുന്ന പിറന്നാൾ സദ്യ ഉണ്ണണം, അല്ലേ? രാഘവേട്ട, എങ്ങനെ രാഘവേട്ടൻ എന്നോട് ഇത് പറയാൻ തോന്നി? ഭാമയെ കുറിച്ച് രാഘവേട്ടൻ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നേ? ഇത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞതല്ലേ, എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നാണോ? അതോ ഈ അവസ്ഥ കണ്ട് ഞാൻ സ്വയം നീറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? എന്തായാലും ശരി, സത്യഭാമയ്ക്ക് അന്നും ഇന്നും ഒറ്റ വാക്കേ ഉള്ളൂ. പട്ടിണി കിടന്ന് ചത്താലും അവളുടെ അടിമച്ചോറ് തിന്നാൻ ഈ സത്യഭാമയെ കിട്ടില്ല. പിള്ളേ, മേലാൽ ഇതുപോലുള്ള അവന്റെ വക്കാലത്ത് കൊണ്ട് വന്ന ആദ്യം ഇവിടുന്ന് പുറത്താകുന്നത് താനായിരിക്കും. അവനിപ്പോഴേ അമ്മയുടെ വാക്കിനല്ല വില, കളക്ടറുടെ വാക്കിനാ. താമസിക്കട്ടെ താമസിക്കട്ടെ. നാണവും മാനവും വിറ്റ്
ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവര് അങ്ങനെ പലതും കാണിക്കും. അതിനൊപ്പം തുള്ളാനൊന്നും ഈ സത്യഭാമയെ കിട്ടില്ല. എടോ അതിന് താനിങ്ങനെ ഇടത് ഒച്ചവെക്ക നിൽക്കണോ? അവൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു, അത് പിള്ളി ഇവിടെ ഒന്ന് പറഞ്ഞു. നമുക്ക് ഇഷ്ടമല്ലേ പോണ്ട, അത്രയുള്ള കാര്യം. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറയുന്നതിന് നമുക്ക് എതിരിക്കാക്കത്തില്ലല്ലോ. രാഘവേട്ട, അവർക്കൊക്കെ മാത്രമുള്ളോ ആഗ്രഹം? അവനെ പ്രസവിച്ച അവന്റെ തള്ളയുടെ ആഗ്രഹങ്ങളൊന്നും അവനെന്താ ഓർക്കാൻ കഴിയുന്നില്ലേ? അവന്റെ ആദ്യത്തെ പിറന്നാൾ മുതല് പുത്തൻ ഉടുപ്പിടിപ്പിച്ച് ഭഗവാന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ആയുസ് നീട്ടിത്തരണേന്നും മനം ഒരുക്കി പ്രാർത്ഥിക്കുന്ന, മുടങ്ങാതെ കഴിഞ്ഞ പിറന്നാൾ വരെ പ്രാർത്ഥിച്ച ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ എന്താ അവൻ ഓർക്കാതെ പോയത്? എന്റെ ഈ വീട്ടിൽ ഞാൻ പതിവ് പോലെ കഞ്ഞിയും കറിയും വെക്കും. അതെ, കഴിക്കാൻ താല്പര്യമുള്ളവര് കഴിച്ചാ മതി, അല്ലാത്തവരൊക്കെ പട്ടിണി കിടക്കും. ഒരാഘോഷം ഇവിടെ ഉണ്ടാവില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. അവനെ എനിക്കിനി വേണ്ട. അവന്റെ പിറന്നോളം ഞാൻ ഇനി ആഘോഷിക്കുന്നില്ല. എന്റെ കൂടെ നിൽക്കുന്നവരും പിള്ളേ ഇതെവിടെങ്കിലും എടുത്തോണ്ട് നോക്കി നോക്ക്. നാളെ സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നോക്കാം. പൊന്നി ഇതകത്തോട്ട് വെച്ചേ. പറഞ്ഞു നോക്കിയിട്ട് കാര്യമുണ്ടോന്ന് അറിഞ്ഞൂടാ, എന്നാലും ശ്രമിച്ചു നോക്കാം. ആ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക. അവരോടൊക്കെ ഇനി എന്ത് പറയും?